ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ കാണുന്നത് ചുവന്ന തുളസിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചുവന്ന തുളസിയുടെ പനിക്കൂർക്കയുടെ ഇല, പുളിയാറിൻ്റെ ഇല, പിന്നെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർക്കാം കേട്ടോ. അതും പിന്നെ ചുക്ക്, കുരുമുളക്, ജീരകം ഇതൊക്കെ പാടെ ചതച്ചിട്ടിട്ട് കുട്ടികൾക്ക് ഡെയിലി കഷായം കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇലകൾ മാത്രം കാണിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നത് ചുവന്ന തുളസിയാണ്. പ്രധാനപ്പെട്ട ഒരു ഔഷധം കേട്ടോ. നമ്മൾ എല്ലാ വീടുകളിലും അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ ഇല ഡെയിലിയും കുട്ടികൾ വെറുതെ കഴിക്കുകയാണെങ്കിലും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചുവന്ന തുളസി, പിന്നെ പനിക്കൂർക്കയുടെ ഇല, പുളിയാറിൻ്റെ ഇല, പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ പാടെ ഡെയിലി കുട്ടികൾക്ക് ചതച്ചിട്ട് കഷായം വെച്ച് കൊടുത്താൽ, അതിൻ്റെ കൂടെ ചുക്ക്, കുരുമുളക്, ജീരകം ഇതും കൂടി ചേർത്തിട്ട് കഷായം വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ചുമ, കഫക്കെട്ടൊക്കെ നല്ല ശമനം കിട്ടും കേട്ടോ. അതൊന്നും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മാറിക്കിട്ടും ചെയ്യും, അധികം വരാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് പുളിയാറിൻ്റെ ഇല. അപ്പോൾ നമ്മളുടെ മുക്കുടിയിലെ പ്രധാന ഒരു ഇലയുണ്ട് അത്. അതുപോലെ തന്നെ ഈ ഇലയും പനിക്കൂർക്കയുടെ ഇല, പിന്നെ പല സ്ഥലങ്ങളിലും കാടിക്കൂർക്കയുടെ ഇല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇലയും പിന്നെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് കുട്ടികൾക്ക് ഡെയിലി കഷായം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഫക്കെട്ട്, ചുമയൊക്കെ മാറിക്കിട്ടും കേട്ടോ. അത് വരാതിരിക്കാനും നല്ലതാണ്.